ധനകാര്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞാൻ സ്വിഫ്റ്റ് നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് KSRTC MD ഒരു ഡയലോഗ് പറയുക. അപ്പോൾ സ്വിഫ്റ്റ് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഇനി KSRTCക്ക് യാതൊരു വിധത്തിലുള്ള ധനസഹായവും തരികയുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചില ഭർത്താക്കന്മാർ എനിക്ക് മറ്റൊരു സ്ത്രീയെയും കൂടി കല്യാണം കഴിച്ചാൽ മാത്രമേ നിൻ്റെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നീ സമ്മതിക്കണം എന്ന് പറയുന്നൊരു നിലപാടാണ്. അതോടൊപ്പം തന്നെ KSRTC MD പറഞ്ഞൊരു കാര്യം, അതുകൊണ്ട് ഇവിടുത്തെ പിടിപ്പ് കെട്ടിട്ടുള്ള ടോപ്പ് ലീഡർഷിപ്പ് മാറിയേ പറ്റത്തുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതാണ്, ഇതെല്ലാം ഞാൻ അംഗീകൃത യൂണിയൻ ഇവിടെ വരട്ടെ. എനിക്ക് ഒരു ജീവനക്കാരനെ പറ്റി, ഒരു ജീവനക്കാരനല്ല 95% ജീവനക്കാരെ പറ്റിയില്ല. ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ കുറച്ച് കൊടി പിടിച്ച് നടന്നിട്ടുള്ളവര് കുറച്ച് കൈക്കൂലി കൊടുത്ത് KSRTC കയറിയിട്ട് അവനാണ് മദ്യപിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നത്, സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നത്. മനസ്സിലായില്ലേ? അനധികൃതമായിട്ട് കയറിയിട്ടുള്ളവർ മാത്രമാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പൊ അത് നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പുതിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്, സ്വിഫ്റ്റ് നടപ്പാക്കും. ഇവിടെ ചില കൈക്കൂലി കൊടുത്ത് കയറിയിട്ടുള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുണ്ടെന്നുള്ള ഇവന്മാരൊക്കെ പോയിരുന്ന് ചായ കുടിക്കുക ഉള്ളു കൊടുത്തില്ല. അതാണ് രസം. KSRTC MD പറഞ്ഞത് ഇവിടെ കുറേ അംഗീകൃത യൂണിയൻ്റെ നേതാക്കന്മാരുണ്ട്, ഇവന്മാരൊക്കെ കൈക്കൂലി കൊടുത്ത് കയറിയാണ്, ഇവന്മാരാണ് ഈ പെണ്ണുങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ എന്നിട്ട് സ്വിഫ്റ്റ് നടപ്പിലാക്കണം. സ്വിഫ്റ്റ് നടപ്പിലാക്കിയാൽ പിന്നെ ഇവിടെ പൂങ്കാവനമാണ്, സ്വർലോകമാണ്. അദ്ദേഹത്തെ കാര്യം പറഞ്ഞു, ഇനിയും എന്തെങ്കിലും പൈസ, അത് ഒരുപക്ഷെ ചിലപ്പോൾ ശമ്പളത്തിന്റെ ആണോ അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് അറിയത്തില്ല, അത് തരണമെങ്കിൽ സ്വിഫ്റ്റ് നടപ്പാക്കിയതിനു ശേഷം മാത്രമേ തരികയുള്ളൂ. യാതൊരു സംശയവും വേണ്ട, സ്വിഫ്റ്റ് നടപ്പാക്കിയിരിക്കും. അതിനെ ആരെങ്കിലും എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പോയി എയർ ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആക്കി കാണിക്കണം. അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് കൊടുക്കരുത്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനകത്ത് പ്രൈവറ്റ് ട്രെയിൻ വരരുത്. അതിനെ തടഞ്ഞു കാണിക്കണം. KSRTC നന്നാക്കാൻ നടക്കുന്നവര്. സ്വിഫ്റ്റ് നടപ്പിലാക്കി എവിടെ ലാഭം? ഈ കേരളത്തിലെ ജനതയുടെ സ്വഭാവം നമ്മൾ നിലവിൽ കാണുന്നൊരു വിഷയത്തിൻ്റെ പുറകെ പോവുകയും അവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമുണ്ടായി തീരുന്നു എന്നുള്ളൊരു സ്ഥിതി സോഷ്യൽ മീഡിയയിൽ കടന്നു വരുന്നുണ്ട്. KSRTC MD ബിജു പ്രഭാകർ ഈ ഒരു കാര്യത്തിൽ ഉള്ള തെറ്റിദ്ധാരണജനകമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. KSRTCക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് ലഭിക്കേണ്ട തുക, അത് KSRTCക്ക് വണ്ടി മേടിക്കേണ്ടതായിട്ടുള്ള തുക, ആ തുകയിൽ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു യാതൊരു വിധത്തിലും, അതായത് ഒരു ബസ് സർവീസ്, ഇപ്പം റോബിൻ്റെ മുതലാളി പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, സ്വിഫ്റ്റ് ഓടിയാൽ ഞങ്ങളും ഓടും അല്ലേ? കാരണം എന്താണ്, സ്വിഫ്റ്റ് ഒരു സ്വകാര്യ കമ്പനിയുടെ നിലവാരത്തിലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ളൊരു കമ്പനിയാണ്. അതിൻ്റെ പർപ്പസ് പോലും ഈ ട്രാൻസ്പോർട്ടിങ്ങിൽ മാത്രമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കമ്പനിക്ക് കൊടുക്കുകയാണ്. ഈ കമ്പനി എത്ര രൂപയ്ക്കാണ് KSRTCയുടെ പെർമിറ്റുകൾ ഏറ്റെടുത്തിട്ട് ആ പെർമിറ്റിന് വാടക തരികയല്ല, ഓടിയിട്ട് കളക്ഷൻ ഇല്ല എങ്കിൽ KSRTC സ്വിഫ്റ്റിന് വാടക കൊടുക്കണം. കളക്ഷൻ ഉണ്ടെങ്കിലും കൊടുക്കണം, കളക്ഷൻ ഇല്ലാത്ത കൊടുക്കണം. അപ്പോൾ എത്രയാണ്? ഏകദേശം 45 രൂപ എടുത്താണ്, 41 45 ഒക്കെ. അത് MDക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ പറയട്ടെ. അപ്പം ഇത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച സ്വിഫ്റ്റ് വന്നാൽ ഇത് ലാഭത്തിലാകും. എന്തിയ ലാഭം? KSRTCയിൽ നിന്നും ഇത്രയും കാലമായി സ്വിഫ്റ്റ് ഓടിയിട്ട് KSRTCക്ക് നൽകിയ ലാഭം എത്ര? ബിജു പ്രഭാകർ പൊതുസമൂഹത്തോട് പറയണം. അല്ല അധികം കാലമൊന്നും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം താങ്കൾ തന്നെ പറഞ്ഞതാണ്, ധനകാര്യമന്ത്രി, അതായത് ഇപ്പം നമ്മൾ ബാലഗോപാലൻ സഖാവിനെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ബാലഗോപാലൻ സഖാവ് പറഞ്ഞതനുസരിച്ച് അങ്ങ് തുടങ്ങിയ സ്വിഫ്റ്റ്, ആ സ്വിഫ്റ്റ് ഇത്രയും കാലം ഓടിയിട്ട് ഉണ്ടായ ലാഭം എത്ര? എന്താണ് KSRTCയുടെ വണ്ടി KSRTC ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം? ആ വണ്ടി 45 രൂപ കിലോമീറ്ററിന് KSRTCയുടെ ഡീസൽ അടിച്ചിട്ട് KSRTCയുടെ സ്റ്റാൻഡുകളിൽ കയറി KSRTCയുടെ പെർമിറ്റിൽ ഓടുകയാണ്. ഇപ്പോൾ ഇതിലും പുതിയത് ഇപ്പോൾ വരുന്ന നയമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പെർമിറ്റ് വാടകയ്ക്ക് കൊടുക്കുക. ഇപ്പോൾ KSRTCയുടെ നല്ലൊരു പെർമിറ്റ്, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ചേർത്തല പളനി പെർമിറ്റുണ്ട്. ആ പെർമിറ്റ് KSRTC സ്റ്റാൻഡിൽ കയറി ഓടാൻ വാടകയ്ക്ക് കൊടുത്താൽ എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ കാശ് KSRTCക്ക് കിട്ടും ഈ സ്വിഫ്റ്റ് ഓടുന്നതിൽ. കാരണം സ്വിഫ്റ്റ് ഓടുമ്പോൾ പ്രശ്നം എന്താണ്, ഇതിലെ സ്വിഫ്റ്റിലെ ജീവനക്കാർ കളക്ഷൻ ഉണ്ടാക്കിയാലും കളക്ഷൻ ഇല്ലാതാക്കിയാലും, ഇല്ലെങ്കിൽ സ്വിഫ്റ്റ് ഓടിയത് കൊണ്ട് KSRTCക്ക് വരുന്ന കുഴപ്പം ഇത്രയും ലിറ്റർ ഡീസൽ പോകും, 45 രൂപയ്ക്ക് 40 രൂപയ്ക്ക് മേളിലുള്ള വാടക സ്വിഫ്റ്റിന് അടയ്ക്കുകയും ചെയ്യണം. പോയിട്ട് വരുമ്പോൾ പിന്നെ കളക്ഷൻ എത്രയുണ്ട്? അതാണ് പ്രശ്നം. അപ്പോൾ 1000 കിലോമീറ്റർ പോയിട്ട് വരുമ്പോൾ 45,000 രൂപ അടയ്ക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ലാഭത്തിലാവും, ഞാൻ ലാഭത്തിലാക്കണം, ഇതില്ലാതെ പറ്റുകയില്ല എന്ന് പറഞ്ഞ് വന്ന ആളാണ്, വിളിച്ചുകൊണ്ട് വന്നതാണ്, അനുഭവിക്കണം. എനിക്കതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്നറിയോ, ഈ അതായത് KSRTCയുടെ കൊടിമൂത്ത
അംഗീകൃത യൂണിയൻ്റെ മൂത്ത നേതാക്കന്മാർ പോയിട്ട് ക്ഷണിച്ചുകൊണ്ട് വന്നതാണ് ഈ MDA എന്ന് കേരള കൗമുദി പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. അപ്പം ക്ഷണിച്ചുകൊണ്ട് വന്ന MD തന്നെയാണ് പറഞ്ഞത് ഈ ട്രേഡ് യൂണിയൻ നേതാക്കളെല്ലാം പിൻവാതിലൂടെ എന്നെ കൈക്കൂലി കൊടുത്ത് ജോലിക്ക് കയറിയാണ്, ഇവന്മാരാണ് ഈ പീഡന കേസിലെ പ്രതി കള്ളടിച്ച് വണ്ടി ഓടിക്കുന്നതെന്ന്. ഏതായാലും വളരെ നന്നായിരുന്നു. പക്ഷേ മിസ്റ്റർ ബിജു പ്രഭാകർ പൊതുസമൂഹത്തോട് പറയാനൊരു ബാധ്യത താങ്കൾക്കുണ്ട്. താങ്കൾ വന്നിട്ട് സ്വിഫ്റ്റ് തുടങ്ങി, ആ സ്വിഫ്റ്റ് മുഖേന ഞാൻ KSRTC ലാഭത്തിലാക്കും എന്ന് താങ്കൾ കേരളീയ പൊതുസമൂഹത്തോടൊരു വാക്ക് പറഞ്ഞിരുന്നു. വാക്ക് പാലിക്കുന്ന ഒരാളാണെങ്കിൽ താങ്കൾ ഇതുവരെ സ്വിഫ്റ്റ് ഓടിയിട്ട് സ്വിഫ്റ്റിന് കിട്ടിയ ലാഭം എത്ര, KSRTCയിൽ നിന്നും സ്വിഫ്റ്റ് വാങ്ങിയ വാടക എത്ര എന്നുള്ളത് പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാകണം. ഇനിയും ഇത്തരം കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തെ വഞ്ചിക്കാൻ വരരുത്. ചോദ്യം ചെയ്യാൻ ഒരുപറ്റം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള വസ്തുത താങ്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Thank you.